എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഹിറ്റാച്ചിയുടെ ഗെഞ്ചിപ്സു അത് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി അവനൊരു ബ്രഹ്മാണ്ഡ വില്ലനാണ്, അവൻ വിട്ടുകൊടുക്കില്ല. അവൻ വീണ്ടും അടുത്ത ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഒരുപാട് ബ്ലേഡുകള് കുട്ടപ്പന് നേരെ വലിച്ചെറിയും. കുട്ടപ്പൻ ഒരുപാട് വേദനയില് ഇപ്പൊ കിടന്ന് പൊളയുമെങ്കിലും അവൻ വളരെ കഷ്ടപ്പെട്ട് ഗെഞ്ചിപ്സുവിന്റെ പകുതി പുറത്തെത്തുമ്പോ സാസുകയുടെ ശബ്ദം കേൾക്കും. ഹിറ്റാച്ചി അവന്റെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവിടേക്ക് സാസുകയെ കൊണ്ടുവന്നിരിക്കുകയാണ്. സാസുക പറയും, അന്നൊരിക്കൽ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇന്ന് നിന്റെ കഥ കഴിക്കാതെ ഞാൻ അടങ്ങില്ല എന്ന് പറഞ്ഞ് സാസുകയാവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെ കഴുത്തി പിടിച്ച് ഞെരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ കുട്ടപ്പന്റെ വയറ്റിൽ നിന്ന് ഇപ്പൊ സാക്കുറ പുറത്തേക്ക് വരും. നീ എനിക്ക് സാസുകയെ തിരികെ തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേന്ന് അവള് ചോദിക്കും. അതേ സമയത്ത് കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കാക്കാഷി പുറത്തു വരും. കാക്കാഷി പറയും, നീ വെറും വേസ്റ്റ് ആണ്, നിന്റെ ഫ്രണ്ട്സിനെ പോലും നിന്നെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കുട്ടപ്പന്റെ കൈ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഗാറ പുറത്തു വരും. ഗാറ പറയും, നീ നിന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്, നീ ഒരു സെൽഫിഷാണ്. കുട്ടപ്പന്റെ വായിലൂടെ ഇപ്പൊ രക്തം പുറത്തേക്ക് വരാൻ തുടങ്ങും. പക്ഷെ കുട്ടപ്പന് മനസ്സിലാവും ഇത് ഗെഞ്ചിപ്സു ആണ്, ഇത് വളരെ പവർഫുൾ ആണ്, എങ്ങനെയെങ്കിലും ഇത് തകർത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടമാണ്. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അവൻ മാമന്റെ അടുത്ത്, ഒരുപക്ഷെ ഗെഞ്ചിപ്സു അതെനിക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് കേട്ട് മാമൻ ഒരല്പനേരം ആലോചിച്ച് അവനോട് പറയും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നീ ഗിവപ്പ് ചെയ്യണം. അത് കേട്ട് കുട്ടപ്പൻ വണ്ടറടിക്കും, ഞാൻ ഗിവപ്പ് ചെയ്യാനോ? അങ്ങനെ ചെയ്താൽ ഞാൻ തോറ്റുപോകില്ലേ ക്നാപ്പ എന്ന് കുട്ടപ്പൻ മാമനോട് ചോദിക്കും. അതിന് മാമൻ പറയും, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മറ്റൊരാള് നിന്റെ കൂടെ തന്നെയുണ്ട്, ആ ഒരു 9 tail ഫോക്സ്. സോ അതിന്റെ പവറും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗെഞ്ചിപ്സു തകർക്കാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും. കട്ട് ചെയ്താ ഇവിടെ പ്രസന്റില് കുട്ടപ്പനെ കൊണ്ട് അവന്റെ പവർ അത് കളയാൻ കഴിയില്ല. അവൻ ഗിവപ്പ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ആരെങ്കിലും എനിക്ക് കുറച്ച് പവർ തായോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. കുട്ടപ്പൻ വീണ്ടും വീണ്ടും ആരെങ്കിലും എന്നെ സഹായിക്കേ, ആരെങ്കിലും എനിക്ക് ചക്ര പവർ തായോ എന്ന് പറയുമ്പോ അവന്റെ ചുറ്റുമുള്ള സാക്കുറ, കാക്കാഷി, സാസുക, ഗാറ അവര് 4 പേരും കുട്ടപ്പനെ വീണ്ടും വീണ്ടും ഞെരിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഞൊടിയിടയില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ഒരു ഗെഞ്ചിപ്സു തകർത്ത് പുറത്തേക്ക് വരും. അവനിതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും സാക്കുറയും ആ ഒരു അമ്മൂമ്മയും. അവര് 2 പേരും കുട്ടപ്പന് പവർ കൊടുത്താണ് ആ ഒരു ഗെഞ്ചിപ്സു അവനെ കൊണ്ട് തകർക്കാൻ കഴിഞ്ഞത്. അപ്പൊ കാക്കാഷി ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, നീ ഓക്കെ ആയോ? നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഞാൻ ഓക്കെയാണ്. അതിന് സാക്കുറ പറയും, നിന്നെ ഞാനും ഈ അമ്മൂമ്മയും ചേർന്നാണ് ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുവന്നത്, ഞങ്ങളുടെ 2 പേരുടെയും ചക്ര പവറാണ് നിനക്ക് തന്നതെന്ന് പറയുമ്പോ കാക്കാഷി കുട്ടപ്പനോട് പറയും, ഇനിയും നീ അപകടത്തിൽ ചെന്ന് ചാടരുത്, തൽക്കാലം നീ പുറകിലേക്ക് നിൽക്ക്, ഇവനുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം. ആ സമയത്ത് ഹിറ്റാച്ചി ആവട്ടെ ഫയർ അങ്ങനെ തന്നെ കാക്കാഷിയുടെ മേലെ തെറിപ്പിച്ചു വിടും. അത് കണ്ട് കാക്കാഷി നിലവിളിച്ച് പറയും, കുട്ടപ്പാ ഓടിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ വീണ്ടും അവന്റെ കെണിയിൽ പെട്ടുപോകുന്നു പറയുമ്പോ ഹിറ്റാച്ചി ഉടനെ ഇപ്പൊ ഫയർബോൾ ടെക്നിക്ക് ഉപയോഗിച്ച് വലിയൊരു തീ ഗോളം തന്നെ കുട്ടപ്പന് നേരെ വലിച്ചെറിയും. അവരെല്ലാവരും തെറിച്ചു പോകുമ്പോ ഇപ്പൊ മൈഗയാവട്ടെ അവന്റെ കയ്യിൽ ചിത്തോരി പവർ എടുത്ത് ഹിറ്റാച്ചിക്ക് നേരെ ചാടി അങ്ങോട്ട് വീഴും. പക്ഷെ ഹിറ്റാച്ചി അവൻ തെന്നിമാറി ഇപ്പൊ കാക്കാഷിയുടെ കയ്യിൽ നിന്ന് തലനാരഴക്ക് രക്ഷപ്പെടും. പക്ഷെ കുട്ടപ്പൻ അവനിപ്പോ മേലെ നിന്ന് താഴേക്ക് ചാടി ഹിറ്റാച്ചി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ഹിറ്റാച്ചി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെയും അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് പറ്റിക്കും. സാക്കുറ അതുകൊണ്ട് ഷോക്കാവുമ്പോ ഇവിടെ ഗ്രാൻഡ്മ ആവട്ടെ ആരും കാണാതെ ഒളിച്ചു നിൽക്കുകയാണ്. കുട്ടപ്പന് മനസ്സിലാവും സാധാരണ രീതിയിൽ അറ്റാക്ക് ചെയ്താ അത് ഫലിക്കില്ല. അവന്റെ ശരീരം കണ്ണുവെച്ച് ഇപ്പൊ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ഒരു പവർഫുൾ ജിപ്സു അത് ഉപയോഗിച്ചേ ശരിയാവെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അതിന് തയ്യാറെടുത്ത് നിൽക്കും. അപ്പൊ അതേ സമയത്ത് അവിടെ മുഴുവൻ മിസ്റ്റ് വരാനായിട്ട് തുടങ്ങും. സാക്കുറയ്ക്കൊന്നും മനസ്സിലാവില്ല ഇത് ഹിറ്റാച്ചിയുടെ എന്ത് തരം ഗെഞ്ചിപ്സു ആണെന്ന്. അവൾ ചിന്തിക്കുന്ന സമയത്ത് ഗ്രാൻഡ്മ അവിടേക്ക് വന്ന് പറയും, ഈ ഒരു ജിപ്സു അത് ഹിറ്റാച്ചി ഇട്ടതല്ല, കാക്കാഷിയുടേതാണ്. ഹിറ്റാച്ചി ചിരിക്കും, മിസ്റ്റ് ഇട്ടാൽ മാത്രം നിനക്ക് ജയിക്കാൻ പറ്റുമോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ നേർക്ക് നേർ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹിറ്റാച്ചി പറയുമ്പോ കാക്കാഷി ചാടി വീണ് ഹിറ്റാച്ചിക്ക് നേരെ ഇപ്പൊ കത്തികൾ വലിച്ചെറിയും. അത് കണ്ട ഹിറ്റാച്ചി ആവട്ടെ അവിടുന്ന് തെന്നി മാറി ഫയർബോൾ ജിപ്സു എടുത്ത് വീണ്ടും കാക്കാഷിക്ക് നേരെ വലിച്ചെറിയും. കാക്കാഷി ഉടനെ അവിടുന്ന് ഓടും. അവൻ അങ്ങനെ തന്നെ ഇപ്പൊ മണ്ണിന്റെ അടിയിലേക്ക് പോവും. ഹിറ്റാച്ചി ആവട്ടെ
ഇപ്പൊ എന്താ ഉണ്ടായെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ കാക്കാഷി കറക്റ്റായിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് അങ്ങനെ ചാടി പുറത്തേക്ക് വന്ന് ഹിറ്റാച്ചിയുടെ കഴുത്തില് കുത്തി അങ്ങോട്ട് പിടിക്കും. പക്ഷെ ഇത്തവണ കാക്കാഷി കറക്റ്റായിട്ട് ഹിറ്റാച്ചിയുടെ കണ്ണിലേക്ക് നോക്കി അവനെ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കും. കാക്കാഷി ഒരുപാട് ശ്രമിക്കുമെങ്കിലും ഹിറ്റാച്ചിയുടെ ആ ഒരു ഇല്യൂഷൻ വേൾഡിലേക്ക് ഇപ്പൊ കാക്കാഷി പതിയെ തെന്നി വീഴും. അവനൊരു പേപ്പർ പോലെ ഇപ്പൊ അവിടെ കിടന്ന് ആടാൻ തുടങ്ങും. കാക്കാഷി ആവട്ടെ ഇപ്പൊ തീ പിടിച്ച് പതിയെ കത്തി എരിയാൻ തുടങ്ങും. കട്ട് ചെയ്ത സാക്കുറ കാക്കാഷി മാസ്റ്റർ ഒരിക്കലും അവന്റെ ഗെഞ്ചിപ്സൂല് പെടാൻ പാടില്ല. അങ്ങനെ പെടുകയാണെങ്കിൽ അത് വലിയ ആപത്താണ്. അതേസമയം ഹിറ്റാച്ചി ഇപ്പൊ കാക്കാഷിയെ കണ്ട് അവനോട് പറയും, നീ ഇപ്പൊ ഒരുപാട് ഡെവലപ്ഡ് ആയി. ഞാൻ ഒരിക്കലും നീ ഭൂമി തുറന്ന് അതിലൂടെ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. അപ്പോഴായിരിക്കും ഇപ്പൊ വലിയൊരു ട്വിസ്റ്റ്. യഥാർത്ഥത്തില് കാക്കാഷി ഗെഞ്ചിപ്സു പെട്ടിട്ടില്ല. കാക്കാഷി ആളുടെ ഒരു ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നൈസായിട്ട് അടുത്തൊരു കുഴിയിലൂടെ ഇപ്പൊ ഹായായിട്ട് പുറത്തേക്ക് വരും. ഇവിടെ മൈഗൈ ആവട്ടെ അവൻ കറങ്ങി വന്ന് ആ വില്ലനെ ഇപ്പൊ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. മൈഗയുടെ പവറില് ആ വില്ലനാവട്ടെ ഇപ്പൊ കറങ്ങി അടിച്ച് തെറിച്ചു വീഴും. മൈഗൈ അവന്റെ തേർഡ് ഇന്നർ ഗേറ്റ് അത് തകർത്തുകൊണ്ട് ഹിറ്റാച്ചി വില്ലനെ ഇപ്പൊ ചറ പറന്ന് ഇടിച്ചു കൊണ്ടേയിരിക്കാണ്. അവന്റെ ഓരോ പഞ്ചിലും ഇപ്പൊ തീ അത് പുറത്തേക്ക് വരും. ലേയും ടെൻടണും മൈഗയുടെ ഫൈറ്റ് കണ്ട് വണ്ടർ അടിച്ച് നിൽക്കുമ്പോ മൈഗൈ ആവട്ടെ അവൻ തളർന്ന് ഇപ്പൊ പതിയെ താഴേക്ക് വരും. മൈഗയുടെ തീ അതങ്ങനെ വെള്ളത്തിലേക്ക് വന്ന് വീണ് ആ വെള്ളം തന്നെ ഇപ്പൊ വറ്റിപ്പോവും. ഫക്കൂൺ പട്ടിക്കുട്ടി ആവട്ടെ മൈഗയുടെ ഫൈറ്റ് കണ്ട് ഇപ്പൊ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. അതേ സമയത്ത് ഇവിടെ ഹിറ്റാച്ചിയും കാക്കാഷി ആവട്ടെ പരസ്പരം മൽ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാക്കാഷി വിളിച്ചു പറയും, കുട്ടപ്പ ഓടിവായോ, അതവന്റെ വെറും ഷാഡോ ക്ലൗൺ ജിപ്സു ആണ്. അത് കേൾക്കേണ്ട താമസം നറൂട്ടോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഓടി വരാൻ തുടങ്ങും. അങ്ങനെ ഓടി വരുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ വീണ്ടും ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ തുടങ്ങും. മാമന്റെ അടുത്ത് എനിക്ക് പുതിയ ജിപ്സു അത് ഉടനെ പഠിക്കണമെന്ന് പറയുമ്പോ മാമൻ പറയും, നീ റെസൻഗൺ പവർ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കണം. അതിന് കുട്ടപ്പൻ, ആ ഒരു ജിപ്സു അത് ഓൾറെഡി ഞാൻ പഠിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് വേറെ ജിപ്സു പഠിക്കണം. പക്ഷെ ജിറയ മാമൻ അദ്ദേഹം വീണ്ടും പറയും, നീ നിന്റെ ഗെഞ്ചിപ്സു അതിന്റെ പവർ കൂട്ടണം. ലാസ്റ്റ് ടൈം കബൂട്ടായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ എന്താ ഉണ്ടായതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഇപ്പൊ മാമൻ പറയും, അന്ന് അവൻ നിന്റെ കൈ തകർത്തു, അതുകൊണ്ട് തന്നെ നീ റെസൻഗൺ പവർ അത് കുറച്ചുകൂടെ ഇംപ്രൂവ് ആക്കണമെന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇതുകൊണ്ട് തന്നെയാണ് എനിക്ക് പുതിയ ജിപ്സ് വേണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വാശി പിടിക്കാൻ തുടങ്ങും. മാമൻ പറയും, ഈ ഒരു റെസൻഗൺ പവർ അത് ഫോർത്ത് ഹൊക്കാഗെയാണ് കണ്ടുപിടിച്ചത്. അതേ റെസൻഗൺ പവർ നീ ഇംപ്രൂവ് ചെയ്ത് അത് നിന്റേതാക്കി മാറ്റണം. നിനക്കായി മാത്രം അങ്ങനെ ഒരു അടിപൊളി റെസൻഗൺ പവർ നീ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. കട്ട് ചെയ്ത പ്രസന്റില് കുട്ടപ്പനാവട്ടെ അവന്റെ പവർഫുൾ റെസൻഗൺ പവർ എടുത്ത് ഓടി വന്ന് ഇപ്പൊ ഹിറ്റാച്ചിക്കിട്ട് ഒരൊറ്റ അട്ടി അങ്ങോട്ട് കൊടുക്കും. ആ ഒരു അട്ടിയില് ഹിറ്റാച്ചി കറങ്ങി അടിച്ച് ഇപ്പൊ പറന്ന് മുകളിലേക്ക് പോവും. പക്ഷെ ഹിറ്റാച്ചി അവൻ പറന്നു പോകുമ്പോഴും കുട്ടപ്പനെ നോക്കി അങ്ങനെ ഹായായിട്ട് ചിരിക്കും. കുട്ടപ്പന് മനസ്സിലാവില്ല, ഇനി എങ്ങാനും എന്റെ അടി ഇവന്റെ മെഡില്ല ഒബ്ലാങ്കട്ടെ കൊണ്ടോ ഇവന്റെ പിരി ഇളകിയോന്നും കരുതി കുട്ടപ്പൻ വണ്ടടിച്ച് നിൽക്കുമ്പോ നമ്മുടെ അമ്മൂമ്മയാവട്ടെ കുട്ടപ്പന്റെ മാസ് പ്രകടനം കണ്ട് ഇപ്പൊ അവന്റെ ഫാനാവും. ഇവിടെ മൈഗൈ ആവട്ടെ ഇപ്പൊ കിസുമയെ നോക്കുമ്പോ അതവനായിരിക്കില്ല, മറ്റാരോ ആണ്. അവരെല്ലാവരും ഇപ്പൊ പരസ്പരം നോക്കി വണ്ടടിക്കുമ്പോ അതേ സമയത്ത് ഇവിടെ ഹിറ്റാച്ചി ആവട്ടെ അടികിട്ടി വീണ് കിടക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഓടി വന്ന് അവനെ ഉറ്റുനോക്കുമ്പോ അവന്റെ ഫേസ് കാണാനുണ്ടാവില്ല. അവരവന്റെ ഫേസ് അത് കറക്റ്റായിട്ട് നോക്കുമ്പോഴായിരിക്കും അത് ഹിറ്റാച്ചി അല്ല, മറ്റാരോ ആണ്. കാക്കാഷി ആ ഒരു അമ്മൂമ്മയോട് നിങ്ങൾക്കിവനെ അറിയുമെന്ന് ചോദിക്കുമ്പോ അമ്മൂമ്മ പറയും, എനിക്കിവനെ അറിയാം. അമ്മൂമ്മ പറയും, ഇവനാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ചൊനിയൻ ക്യാപ്റ്റൻ യൂറോ എന്ന് പറയുമ്പോ അത് കേട്ട് ഇപ്പൊ എല്ലാവരും ഷോക്കായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.